ഇന്നത്തെ ഒരു കോടി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് റീൽസിലൂടെ കേരളക്കരയാകെ സുപരിചിതയായ ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. റീൽസിന്റെ ആൾക്കാരാണെന്ന് തെളിയിച്ചു. പുഷ്പയിലെ സ്റ്റെപ്പ് സൂപ്പർ ആയിരുന്നു. പുഷ്പലത്തെ സ്റ്റെപ്പ് അല്ല ഇത്. കാലെ ചാണകം പറ്റിയിട്ട് തൂത്തോണ്ട് വന്നതാണ്. പുഷ്പയിലെ സ്റ്റെപ്പ് ആയിരുന്നില്ലേ? അല്ല അല്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോ രണ്ടുപേർക്കും ഒരു കോടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് മഞ്ജു. മഞ്ജു, ഓക്കെ. KCB നഷ്ടത്തിൽ ഓടുന്നു എന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് KCB യോട് ചോദിക്കണം. അല്ല, നിങ്ങൾ KCB ജീവനക്കാരനല്ലേ? അല്ലെന്ന് എന്റെ പേര് KCB. KCB എന്നാണ് പേര്. അപ്പൊ KCB ആയിട്ട് ഒരു ബന്ധമില്ല? ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് ബില്ല് അടക്കാത്തതിന് പേര് ഫ്യൂസ് ഉരുക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് റീൽസ് പരിപാടി അല്ലാണ്ട് സൈഡ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടോ? ഇവക്ക് പുക്കിൾസിന്റെ പരിപാടിയുണ്ട്. അയ്യോ, പുക്കിൾസ് അല്ല, പിക്കിൾസ്. ഈ അച്ചാറിന്റെ പരിപാടി ഉണ്ട്. അച്ചാർ ഏതെല്ലാം അച്ചാറാണ് എടുത്തത്? നാരങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, വടുകപ്പുളിയുണ്ട്. ഓക്കെ, അടിപൊളി അടിപൊളി. ആയിക്കോട്ടെ. ചേട്ടന് വേറെ പരിപാടി? എനിക്ക് ഈ ബക്കറ്റ് ചിക്കന്റെ പരിപാടി. ബക്കറ്റ് ചിക്കൻ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? എങ്ങനെയുണ്ട് ബിസിനസ്? കലക്കനാണോ? കഴിച്ചോര് പറയുന്നത് ബക്കറ്റിന്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. ഏത് ബക്കറ്റിലാണ് ഉണ്ടാക്കുന്നത്? പ്ലാസ്റ്റിക് ബക്കറ്റിൽ. പ്ലാസ്റ്റിക് ബക്കറ്റില്ല? അടിപൊളി, ചേട്ടനാള് കൊള്ളാലോ. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാമോ? അറിയാം. 2000 രൂപയിൽ തുടങ്ങി 1 കോടി രൂപയിൽ എത്തി നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. എന്നാ 1 കോടി തുടങ്ങിയിട്ട് 2000 തീർക്കാവോ? അയ്യോ, അപ്പൊ ചേട്ടന് എളുപ്പാവൂലേ ഏട്ടാ? അത് വേണ്ട. അപ്പോ ടെൻഷൻ ഉണ്ടോ? അമ്മയ്ക്കുണ്ട്. എന്ത് ടെൻഷൻ? പെൻഷൻ അല്ല, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് ചേട്ടന് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല. ഞാൻ ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ഗുളിക? ഈ പ്രഷറിന്റെ ഗുളിയുണ്ട്. അത് പ്രഷറിന്റെ ഗുളിയാണ് കഴിച്ചത്. ഇതെന്താ സൈഡ് പൊട്ടിച്ച് കളഞ്ഞത്? സൈഡ് എഫക്ട് ഉണ്ടാകാതിരിക്കാനാ. ഏത് ഗുളിക കഴിച്ചാലും നമ്മൾ സൈഡ് അങ്ങ് ഒടിച്ചു കളഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്ട് ഉണ്ടാവില്ല. അത് അടിപൊളി, ഞാനിപ്പോ അറിയുന്നതാണ്. അപ്പൊ നമുക്ക് 2000 രൂപക്കുള്ള ചോദ്യം ചോദിക്കാം. ശ്രദ്ധിച്ചു കളിച്ചോളണം കേട്ടോ. ഞങ്ങൾ 1 കോടി കൊണ്ടാ പോകുള്ളൂ. ഓക്കെ. ഒരു മാവിൽ 4 മാങ്ങയുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ 1 വീണു, ഇങ്ങോട്ട് പോയപ്പോൾ 1 വീണു. ബാക്കി എത്ര മാങ്ങ? ഓപ്ഷൻ എ 2 മാങ്ങ, ഓപ്ഷൻ ബി 3 മാങ്ങ, ഓപ്ഷൻ സി 4 മാങ്ങ. 2 മാങ്ങ. 2 മാങ്ങ ലോക്ക് ചെയ്യാം. എന്ത് പറ്റി? 3 മാങ്ങ. 3 മാങ്ങ ലോക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞോളാം. 4 മാങ്ങ. ഉറപ്പാണോ? ഉറപ്പാ. 4 മാങ്ങ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തു. ഇനിയിപ്പോ വേറൊന്നുമില്ല കേട്ടോ. ഇല്ല, വേറൊന്നുമില്ല. ലോക്ക് ചെയ്തിരിക്കുന്നു. ലോക്ക് ചെയ്തു. ഓക്കെ. അതെ, സിബിക്ക് എങ്ങനെയാണ് ഈ 4 മാങ്ങ എന്ന ഉത്തരം കിട്ടിയത്? ഒരു മാത്തേല് 4 മാങ്ങ ഉണ്ടല്ലോ. സാറ് പോയപ്പോ സാറ് 1 വീണു. സാർ ഇങ്ങോട്ട് വന്നപ്പോഴും സാറ് വീണു. മാങ്ങ വീണില്ലോ. മാങ്ങ അവിടെ കിടക്കുമല്ലേ. ഉത്തരം ശരിയാണ്. ആണോ? താങ്കൾക്ക് 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അടിപൊളി. അപ്പോ നിങ്ങളുടെ ബയോഡാറ്റയിൽ ഞാൻ വേറൊരു കാര്യം കണ്ടിരുന്നു. നിങ്ങളെന്തോ ഈ ഫാമിലി ആയിട്ട് ടൂറൊക്കെ പോകുന്ന ആൾക്കാരാണ്. അതെ, ഞാൻ ഈ പിക്നിക് ഒക്കെ പോണ ആളാണ്. പിക്നിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പിക്നിക്ക് പോയപ്പോഴാണ് ഇവളെ കണ്ടു. അങ്ങനെ ടെക്നിക്ക് കാണിച്ച് ഞാനിങ്ങ് എടുത്തു. പിക്നിക്ക് പോയപ്പോ ടെക്നിക്ക് കാണിച്ച് കിട്ടിയതാണ് ഈ ചേച്ചി. ഈ യാത്രാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാം. അയ്യോ, എനിക്കൊരു അനുഭവം ഉണ്ട്. പറയൂ. അത് ഞാനും ചേട്ടനും കൂടി കല്യാണം കഴിഞ്ഞിടക്കേ ഊട്ടിക്ക് പോവായിരുന്നു. അപ്പൊ ഈ ട്രെയിനിലാണ് പോയത്. ഈ ഗുഹ എത്തിയപ്പോ ഇരുട്ടായിരുന്നു. അപ്പൊ ഈ ഇരുട്ടത്ത് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ചേട്ടൻ എന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ചേട്ടൻ ഓടി വന്ന് എന്റെ കവിളത്തൊരു ഉമ്മ. ഇരുട്ടത്ത് പടി പറ്റിച്ചല്ലേ? ഓടിച്ച നുമ്മ വച്ചല്ലേ? എങ്ങനെ? ചേട്ടൻ നമ്മൾ ഊട്ടിക്ക് ടൂർ പോയില്ലായിരുന്നോ? അപ്പൊ ചേട്ടൻ ആ ഗുഹയിൽ ഇരുട്ടെത്തിയപ്പോ എന്റെ കവിളത്തൊന്ന് ഉമ്മ എന്നാ മറന്നുപോയോ? എന്റെ സാറ് ഇരുട്ടെന്ന് പറഞ്ഞ എനിക്ക് പേടിയാ സാറേ. ഞാൻ കണ്ണു പോലും തുറക്കല്ല ഇരുട്ടത്ത്. അടുത്തിരുന്ന ബംഗാളി ഉമ്മ വെച്ചിട്ട് എന്റെ അയ്യാങ്കളി പാടില്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പൊ സാറായിരുന്ന ബംഗാളി? അയ്യോ അല്ല, ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ നമുക്ക് 5000 രൂപയിലേക്ക് കിടക്കാം. 5000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ അല്ലേ നിങ്ങൾ രണ്ടുപേരും? 5000 രൂപയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ലോകത്തിൽ ഏത് രാജ്യത്താണ് അമ്മമാരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ചൈന. ഞാൻ പറയാം. നീ പറയണ്ട. ചേച്ചി പറയട്ടെ. വേണ്ട സാറേ. എന്താണ്? കാരണം എന്റെ അമ്മ ഇവള് ചേരത്തില്ല. എന്നും അടക്കാന്ന്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർക്ക് പോയി കഴിഞ്ഞപ്പോൾ പറയട്ടെടി, അമ്മ ട്രെയിനിൽ നിന്ന് വീഴാൻ നേരത്ത് പിടിച്ചില്ല അവള്. അയ്യോ ചേച്ചി, പിടിക്കാൻ
ആ ചെയിൻ ഒന്ന് വലിച്ചാ പോരെ, ട്രെയിൻ അവിടെ നിൽക്കും. ചെയ്യാൻ വലിച്ച് ചെയിൻ വലിച്ച് അമ്മയുടെ കഴുത്തേ കിടന്ന 4 പവന്റെ ചെയിൻ, ട്രെയിനിന്റെ ചെയിൻ വലിച്ചില്ല, അമ്മ കാലം കുത്തി താഴെ വീണു. അയ്യോ അങ്ങനെയാണോ? അപ്പൊ ചേച്ചി പറയണ്ട, ചേട്ടൻ പറഞ്ഞാ മതി. അമ്മമാരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന രാജ്യം അമേരിക്ക, റഷ്യ, ചൈന. ഹാൻസോ ശംഭു മൂക്കിപ്പൊടി. ഇവിടെ പോലീസ് ഉണ്ട് കേട്ടോ, മൊത്തം പിടിക്കും സാർ. ഇതെന്റെ ഞാനിതൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ ഞാനിതൊന്നും ഉപയോഗിക്കാം. അതല്ലെന്ന് മറ്റൊരു സാധനല്ലേ, എന്ത് ക്ലൂ. ക്ലൂ ക്ലൂ ആണ് വേണ്ടത്. ക്ലൂ എന്ന് പറയുമ്പോ ഞാനൊരു കാര്യം ചെയ്യാം. സിബി ഇവിടെ ഇരിക്കുകയാണ്, പെട്ടെന്ന് സിബിയുടെ അമ്മ സിബിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ സിബി ബഹുമാനാർത്ഥം എന്ത് ചെയ്യും? ഞാൻ എഴുന്നേറ്റിട്ട് അമ്മ ഇരിക്കുക എന്ന് പറയും. കറക്റ്റ് ഉത്തരം എന്താണ്? അമ്മ ഇരിക്കുക. കറക്റ്റ്, അമേരിക്ക. അമേരിക്ക. അതാര് പറഞ്ഞു? എന്താ പറഞ്ഞത്? അമ്മ ഇരിക്കുക. അമേരിക്ക. അമ്മ ഇരിക്കുക. അമേരിക്ക. പറഞ്ഞു അമേരിക്ക. ഞാൻ പറഞ്ഞു ഞാൻ അമ്മ ഇരിക്കുന്നത്. 5000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. 5000 രൂപ. എങ്ങനെയുണ്ട്? സന്തോഷമായില്ലേ? സന്തോഷമായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹാപ്പി അല്ലേ? ഹാപ്പി ആയില്ല. അത് പറ്റി? ഇതിനിടയ്ക്ക് എന്റെ ഫാദർ മരിച്ചു പോയായിരുന്നു. അച്ഛൻ മരിച്ചോ? കുഴിമന്തിയായിരുന്നോ അൽഫാമായിരുന്നോ? ഞങ്ങക്ക് പേലായിരുന്നോണ്ട് സദ്യയായിരുന്നു. അതല്ലേ ഞാൻ ചോദിച്ചത്. അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞല്ലോ, കുഴിമന്തിയാണോ, കുഴിച്ചിട്ടതാണോ, അല്ലെങ്കിൽ ദഹിപ്പിക്കായിരുന്നോ, അൽഫാമായിരുന്നോ? ഞാൻ ഷോർട്ട് കട്ട് അടിച്ചതാ. കത്തിച്ച് പറപ്പിക്കുവത്, കത്തിച്ച് പറപ്പിക്കുവത്. അപ്പൊ അൽഫാമാണ്. അതെ, സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഓർമ്മയുണ്ടോ? ആ പഹയന്മാരൊന്നും ഞാൻ ഓർക്കുന്നു. അല്ല, ഒരു മലയാള അധ്യാപകനുണ്ടല്ലോ ചെല്ലപ്പ മാഷ്. ചെല്ലപ്പ മാഷ് എന്റെ പൊന്നെ പോത്തിനെ തല്ലണ, വടി കൊണ്ട് വന്നിട്ട് ഞങ്ങട്ട് തല്ലണേ. അങ്ങനെ കണ്ടാ ഞാൻ കല്ലിനെറി. അയ്യോ, മാഷ് ഇവിടെ വന്നിട്ടുണ്ട്. സിബി മത്സരിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ സിബിക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ താങ്കളെ സഹായിക്കാനായിട്ട് മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് കാര്യമില്ലായിരുന്നു സാറേ. ഇല്ല, കുഴപ്പമില്ല, നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ഇനി മുതൽ സൂക്ഷിച്ച് കളിക്കണം. ഇരട്ടിക്കാണ്. 50,000 രൂപ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഞങ്ങള് മേടിക്കും, ഒരു കോടി മേടിച്ചെന്നെ പോകുള്ളൂ. ശരി, ചോദിക്കട്ടെ. ആണുങ്ങൾക്ക് ഇത് ഒന്നേ ഉള്ളൂ, പക്ഷേ പെണ്ണുങ്ങൾക്ക് ഇത് 2 എണ്ണമുണ്ട്. എന്താണ് അത്? എങ്ങനെ എങ്ങനെ? ആണുങ്ങൾക്ക് ഇത് ഒന്നേ ഉള്ളൂ, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇത് 2 എണ്ണമുണ്ട്. എന്താണത്? ഇറങ്ങും. സിബി, സിബി ചതിക്കല്ലേ? പോലെ ഷോ നടക്കുന്നു. അവിടെ പോടും. സാറേ, ഞങ്ങള് മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്നവരാ. ഞങ്ങൾ ഈ വൃത്തികേടൊന്നും ഞങ്ങൾ നാട്ടുകാര് കാണുന്ന പരിപാടിയല്ലേ സാറേ ഇത്? വൃത്തികേടല്ല, ഇത് സഭ്യമായ ചോദ്യമാണ്. അല്ല 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 അല്ല. ഞാൻ ഒന്നുകൂടി പറയാം. ആണുങ്ങൾക്ക് പെണ്ണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കും. വേണ്ട വേണ്ട, ഇത് പറയണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മണ്ണ് വാരി തിന്നുന്ന പ്രതീതിയായിരിക്കും. ഒരു മിനിറ്റ്. അപ്പൊ സിബിക്ക് ഇതിന് ഉത്തരം പറയാൻ താല്പര്യമില്ല? താല്പര്യമില്ല. 50,000 രൂപയുടെ ചോദ്യമാണ്. വിട്ടേക്ക്, സിബി പറയണ്ട. സിബിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സിബിയുടെ ചെല്ലപ്പ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. മാഷിനെ വിളിക്കാം, മാഷ് പറയട്ടെ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എവിടെ ചെല്ലപ്പ മാഷ്? എവിടെ? കടന്നു വരാം. അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക. എന്താ ബഹുമാനം! അടിപൊളി. അതാ വീണ്ടും ഇട്ടേക്കത്. മാഷ, എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴൊക്കെ കുട്ടികളുണ്ടോ? മാഷ, എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം ബാഗ് കൊടുത്തു, അല്ലെങ്കിൽ അവൻ പിടിച്ചിടിക്കും. മാഷേ, ഇവിടെ വാ മാഷേ. മാഷേ, മാഷിന്റെ ശിഷ്യൻ സിബി. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ്. ഒന്ന് പ്രാർത്ഥിക്കണം സിബിക്ക് വേണ്ടി. സിബിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. മോനെ കൈ അടച്ച് വെച്ച് പ്രാർത്ഥിച്ചോണം. നമ്മളെ ജയിക്കും. ഇവിടുന്ന് ജയിച്ചോണ്ടേ ഇവിടുന്ന് പോത്തുള്ളൂ. സർവശാസ്ത്ര സൃഷ്ടി പിതാബു, എന്നെ തെറ്റിക്കണം, എൻ്റെ കൊച്ചിനെ ഇവിടുന്ന് രക്ഷിക്കണം, അവന് മാറിയിട്ട് ജയിക്കണം. ഞാൻ വായിന്ന് വിളിച്ച് ഇതെന്നെ ഈ വായിക്കെടുത്ത് കളിക്കുന്നേ. നാക്ക് ഇങ്ങനെ കളിക്കോ? ഇതും ചെയ്തതിനപ്പുറവും ചെയ്യും. എന്നാ ഒരു ചെലങ്ക് കിട്ടാൻ പറഞ്ഞു, നന്നായിട്ട് കളിച്ചോളൂ. എന്റെ ശിഷ്യനാണ്. പക്ഷേ ഈ ശിഷ്യനെ കുറിച്ച് എന്താണ് മാസ്റ്റർ അഭിപ്രായം? ക്ലാസ്സിൽ എങ്ങനെയുണ്ടായിരുന്നു? 10-20 പിള്ളേരിക്കുന്നു എന്റെ ക്ലാസ്സില്. എല്ലാവരോടും ഞാൻ ഒരു ദിവസം ക്ലാസ്സിലോട്ട് വന്നപ്പോ ഇവനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാളെ ആരാകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു. ഒരുത്തം പറഞ്ഞു എഞ്ചിനീയർ, ഡോക്ടർ, വക്കീലൊക്കെ പറഞ്ഞു. ഇവൻ മാത്രമാണ് വെറൈറ്റി പറഞ്ഞത്. എന്തു പറഞ്ഞു? ഇവനും മാത്രം ഇവൻ പറഞ്ഞു
പൈലറ്റ് എന്ന് പറഞ്ഞു. അടിപൊളി, ആരും പറയാത്ത വെറൈറ്റി പൈലറ്റ്. ഒരാൾ മാത്രമേ പൈലറ്റ് എന്ന് പറഞ്ഞുള്ളൂ. ആ ഞാൻ പറഞ്ഞു ബോർഡിൽ പൈലറ്റ് എന്ന് എഴുതാൻ പറഞ്ഞു. ആ ഇവൻ എന്റെ കയ്യിൽ ചോക്ക് മേടിച്ചിട്ട് എന്താ എഴുതിയെന്നറിയാം? എന്താ എഴുതിയത്? പൈൽസ്. അങ്ങനത്തെ വിത്തായത്. ആയി പൈലറ്റായോ? പൈൽസായി. മാഷെ ക്ലാസ്സിൽ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പഠിക്കാൻ ഇവന് ഭയങ്കര മണ്ടനായിരുന്നു. ഇവന്റെ ചന്തി അടിക്കാൻ പൊട്ടിച്ചിട്ടുണ്ട് പല തവണ. മാഷെ ചന്തി എന്ന് പറയുന്നത് ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. വലിയൊരു ഷോയാണ്. ഇതിപ്പോ എന്താണ് ചന്തിക്ക് ചന്തി എന്നല്ലാതെ ദുൽഖർ സൽമാൻ എന്ന് പറയൂ? ചന്തിക്ക് ചന്തി. ഇപ്പൊ ഈ സാറിനുണ്ടല്ലോ ദുൽഖർ സൽമാൻ, എനിക്കുണ്ടല്ലോ, നിനക്കുണ്ടല്ലോ ദുൽഖർ സൽമാൻ. ആ കുട്ടിക്ക് അത് പിന്നെ മഞ്ജു വാര്യർ. അങ്ങനെ എല്ലാവർക്കും കൊണ്ട് പോലെ നമ്മളിപ്പോ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മാഷെ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. കാര്യം പറയൂ, ഇവരെ രക്ഷിക്കണം. 50,000 രൂപക്കുള്ള ചോദ്യത്തിന് മുമ്പിൽ പതറി നിൽക്കുകയാണ് സിബി. മാഷ് വേണം രക്ഷപ്പെടുത്താനായിട്ട്. ഞാനുണ്ട് ഇവിടെ രക്ഷപ്പെടുത്താൻ. മാഷ് അതിനാണ് വന്നേക്ക് നേരെ ക്വസ്റ്റ്യൻ ചോദിക്കേ. എങ്കിൽ 50,000 രൂപക്കുള്ള ചോദ്യം ചോദിക്കട്ടെ. മോനൊരു ധൈര്യം ചോദിക്കോച്ചേ. ആണുങ്ങൾക്ക് ഇത് ഒന്നേ ഉള്ളൂ, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇത് 2 എണ്ണമുണ്ട്. എന്താണ് അത്? പറ. കൈനീട്ട്. ഇച്ചിച്ചി വർത്തന്നെ പറയോ? മാഷന്മാരോട് ഇച്ചിച്ചി വർത്തന്നെ പറയുമോ? കൈനീട്ട്. ഇച്ചല്ല, പിന്നെ ഇത് സഭ്യമായൊരു ചോദ്യമാണ്. ഇടോ അത് തെറിയല്ലേ? അത് തന്റെ ചെവി ഇവിടെ കൊണ്ട് ഞാൻ പറയാം. അതല്ലേ അത്? അതല്ലേ അത്? ഇത് ആരാണെന്ന്? എന്റെ മാഷ്. നിന്റെ മാഷ് കഴിയുമ്പോ പുറത്തു വെച്ചോ, എനിക്കൊന്ന് കാണണോട്ടാ. എന്നാ സാറേ? മാഷ് പറഞ്ഞ ഉത്തരം തെറ്റാണ്. അയ്യോ സിബി ഷോയിൽ നിന്ന് ഔട്ടായി. അയ്യോ സാറേ അങ്ങനെ പറയില്ലേ. എടോ, ഇതിന്റെ ഉത്തരം നിസ്സാരമാണ്. ആണുങ്ങൾക്ക് ഇത് ഒന്നേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് ഇത് 2 എണ്ണമുണ്ട്. നാ എന്ന അക്ഷരമാണ്. ആണ് എന്ന് എഴുതുമ്പോ 1 ണ, പെണ്ണെന്ന് എഴുതുമ്പോ 2 ണ. തന്നെ ഞാനുണ്ടല്ലോ. സിബി ഷോയിൽ നിന്ന് ഔട്ടായി. തിരിച്ചു പൊക്കോ. സാറേ അതല്ല, ഞങ്ങൾ മര്യാദയ്ക്ക് വന്ന 50,000 രൂപ എത്രയടി 5,000 രൂപ വരെ വന്ന ഞങ്ങൾ 1 കോടി അടിച്ചേനെ. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? സാറേ ഞങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കും സാറേ. ഞങ്ങളും പറയാം. ഒന്നുമില്ല, താരി ഷോയിൽ നിന്ന് ഔട്ടായി. ഞാൻ 1 കോടി ഇല്ലാണ്ട് വീട്ടിൽ പോകില്ല. അല്ല, ഇവിടെ 1 കോടി ഇല്ലാതെ വീട്ടിൽ പോകൂല. ഇയാൾ ഒറ്റ വർഷം കാരണം ഞങ്ങളുടെ 1 കോടി കളഞ്ഞ്. ആ പോയി, ഷോയിൽ നിന്ന് ഔട്ടായി. 1 കോടി തരത്തില്ല. ഇല്ല. 1 കോടി കൊണ്ട് തരുവോ? എന്തിനാ? ഇവനെ തല്ലിക്കൊന്ന് പുതപ്പിക്കാൻ. Thank you so much.